നമസ്കാരം. തുർക്കിയുടെ പാക് പ്രിയം തുർക്കിക്ക് തന്നെ തലവേദനയായി മാറിയ സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യയെ വെല്ലുവിളിച്ച് പാകിസ്ഥാനും പിന്തുണയുമായി ഓടിയപ്പോൾ തങ്ങൾക്ക് ഇത്രയേറെ നഷ്ടപ്പെടാനുണ്ടാകുമെന്ന് തുർക്കി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല. ദുരന്തകാലത്ത് ഒരു കൈസഹായം ചെയ്ത ഇന്ത്യയെ പിണക്കാൻ തീരുമാനിച്ചതാണ് തുർക്കിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം. ആ വികാരം രാജ്യത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ അലയടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രസിഡന്റ് റജബ് തൊയ്ബ് എർദോഗൻ തുർക്കിയെ കൂടുതൽ ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. തുർക്കിയെ തകർക്കാനുള്ള ഒരു നീക്കം. തുർക്കിയുടെ പാക് പ്രീണനത്തിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെ കാണാം. ചൈനയെ പോലെ എർദോഗനും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ണുവച്ചിട്ടുണ്ടെന്നും ഇതിന്റെ ഭാഗമായി ബഹിരാകാശത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്നതിനായി ഒരു ബഹിരാകാശ പോർട്ട് നിർമ്മിക്കാനുള്ള സ്ഥലം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സൊമാലിയയുമായി ഒരു ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നതിനായി തുർക്കി ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിലൂടെ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക മാത്രമല്ല ലക്ഷ്യം. കൂടാതെ ബഹിരാകാശ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും സൊമാലിയയിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണ പാഡ് നിർമ്മിക്കാനും തുർക്കി ശ്രമിക്കുന്നുണ്ട്. ഇതിലൂടെ സൊമാലിയയിലെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പ്രയോജനപ്പെടുത്താനാണ് തുർക്കി ആഗ്രഹിക്കുന്നത്. തുർക്കിയുടെ ഈ പദ്ധതി ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്നില്ല എങ്കിലും പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി നിലകൊണ്ട രീതി ഭാവിയിലെ പുതിയ അപകടങ്ങളിലേക്കുള്ള വാതിൽ കൂടിയാണ് തുറക്കുന്നത്. ഭാവിയിൽ പാകിസ്ഥാന് സ്പേസ് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ തുർക്കിയുമായി ചേരാൻ കഴിയുമെന്നും ഈ പദ്ധതിയിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ തുർക്കിക്ക് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും തുർക്കി തങ്ങളുടെ ഡ്രോണുകളും അതോടൊപ്പം തന്നെ മറ്റ് ആയുധങ്ങളും വേഗത്തിൽ വിറ്റഴിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൊമാലിയയിൽ ഒരു സ്പേസ് പോർട്ട് നിർമ്മിച്ചതിനു ശേഷം തുർക്കിക്ക് തങ്ങളുടെ പ്രതിരോധ പരിപാടി വളരെ വേഗത്തിൽ തന്നെ വികസിപ്പിക്കാൻ കഴിയും. വാസ്തവത്തിൽ നിരവധി ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളാൽ തുർക്കി വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മെഡിറ്ററേനിയൻ കടലിനും കരിങ്കടലിനും സമീപം പരീക്ഷണങ്ങൾ നടത്തുന്നത് അവർക്ക് വളരെ ഒരു അപകട സാധ്യത നിറഞ്ഞ ഒരു നീക്കമാണ്. അതിർത്തിക്കുള്ളിൽ നിന്ന് മിസൈലുകൾ പരീക്ഷിക്കുന്നതും ആന്തരികവും ബാഹ്യവുമായ സുരക്ഷ നിരന്തരം നിരീക്ഷിക്കുന്നതും തുർക്കിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഭൂമിശാസ്ത്രപരമായി അതിന് അനുയോജ്യമായതും തന്ത്രപരമായ പ്രയോജനകരവുമായ ഒരു സ്ഥലവുമാണ് തുർക്കി തിരയുന്നത്. എർദോഗന്റെ ഈ മാനദണ്ഡത്തിന് സൊമാലിയ അനുയോജ്യമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സൊമാലിയ ഇന്ത്യൻ മഹാസമുദ്രത്തിനടുത്തുള്ള സൊമാലിയയുടെ തീരപ്രദേശം അതോടൊപ്പം തന്നെ ഭൂമധ്യരേഖയോടുള്ള സാമീപ്യം എന്നിവ ഒരു ബഹിരാകാശ തുറമുഖം നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലമായി മാറ്റുകയാണ്. ഇവിടെ നിന്നുള്ള ഭൂമധ്യരേഖ വിക്ഷേപണ സ്ഥലങ്ങൾ ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ നിന്നും പ്രയോജനം നേടുകയാണ്. ഇത് റോക്കറ്റ് വിക്ഷേപണങ്ങൾക്ക് സ്വാഭാവിക ഒരു നേട്ടമാണ്. ഇവിടെ നിന്ന് വിക്ഷേപിക്കുമ്പോൾ മിസൈലുകൾക്ക് കുറഞ്ഞ ഇന്ധനം മാത്രമേ ആവശ്യമുള്ളൂ. മാത്രമല്ല തുർക്കിക്ക് ഇതൊരു സുരക്ഷിതമായ ഇടം കൂടിയാണ് നൽകുന്നത്. സൊമാലിയയിലെ ജാമി ഡ്യൂൺ മേഖലയിലാണ് ബഹിരാകാശ തുറമുഖം നിർമ്മിക്കാൻ തുർക്കി ആഗ്രഹിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. 2028 സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനുള്ള പദ്ധതിയിൽ പ്രവർത്തിക്കാമെന്നാണ് തുർക്കിയുടെ ആഗ്രഹം. ഇതിനായി $1 ബില്യൺ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. 2021 തന്നെ പദ്ധതിയെപ്പറ്റി എർദോഗൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ബഹിരാകാശ തുറമുഖത്തിന്റെ നിർമ്മാണം മുതൽ അറ്റകുറ്റപ്പണികൾ വരെ ഏകദേശം $350 മില്യൺ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തുറമുഖം തുർക്കിക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുന്നു. അതുവഴി മിസൈൽ റോക്കറ്റ് പരീക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ ജനവാസമില്ലാത്ത ജലപ്രദേശങ്ങളിലേക്ക് തിരിച്ചുവിടാൻ കഴിയും. മറുവശത്ത് തുർക്കിയിൽ നിന്നും മിസൈലുകൾ വിക്ഷേപിക്കുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാനും ഇടപെടാനും കഴിയും. എന്നാൽ ഇത് സൊമാലിയയിലേക്ക് അപകടമാണ്. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ കമാൻഡ് അതോടൊപ്പം തന്നെ മാലദ്വീപ് ഇന്ത്യൻ നാവികസേനയുടെ ആഫ്രിക്കൻ തന്ത്രം എന്നിവയുടെ സംവേദനക്ഷമതയുള്ള ഒരു പ്രദേശത്താണ് സൊമാലിയ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തുർക്കിയുടെ സ്ഥിരമായ ബഹിരാകാശ താവളം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ ഇന്ത്യയുടെ ആധിപത്യത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാക്കും. ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ തുർക്കി പാകിസ്ഥാനോടൊപ്പം നിൽക്കുമെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ ഭാവിയിൽ പാകിസ്ഥാൻ തുർക്കിയുടെ സൊമാലിയ തുറമുഖം മുതലെടുക്കില്ല എന്നത് നിഷേധിക്കാനാവില്ല. ജിബൂട്ടിയിൽ ചൈന ഇതിനകം ഒരു സൈനിക താവളം നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുർക്കി കൂടി വന്നാൽ
ചൈന പാക് തുർക്ക് ത്രികോണം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യക്കായി ഒരു അപകടകരമായ സഖ്യം രൂപപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ കമാൻഡ്, അതോടൊപ്പം തന്നെ മാലദ്വീപ്, ഇന്ത്യൻ നാവികസേനയുടെ ആഫ്രിക്കൻ തന്ത്രം എന്നിവയുടെ സംവേദനക്ഷമതയുള്ള ഒരു പ്രദേശത്താണ് സൊമാലിയ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തുർക്കിയുടെ സ്ഥിരമായ ബഹിരാകാശ താവളം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ ഇന്ത്യയുടെ ആധിപത്യത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാകും. ഇന്ത്യക്കെതിരായ പോരാട്ടത്തിൽ തുർക്കി പാകിസ്ഥാനോടൊപ്പം നിൽക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഭാവിയിൽ പാകിസ്ഥാൻ തുർക്കിയുടെ സൊമാലിയ തുറമുഖം മുതലെടുക്കില്ല എന്നത് നിഷേധിക്കാനാവില്ല. ജിബൂട്ടിയിൽ ചൈന ഇതിനകം ഒരു സൈനിക താവളം നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുർക്കി കൂടി വന്നാൽ ചൈന പാക് തുർക്ക് ത്രികോണം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യക്കായി ഒരു അപകടകരമായ സഖ്യം രൂപപ്പെടാൻ ഒരു സാധ്യതയുണ്ട്. ഇത് ഇന്ത്യക്കെതിരെ പടിഞ്ഞാറ് പാകിസ്ഥാൻ, വടക്ക് ചൈന, തെക്ക് പടിഞ്ഞാറ് സൊമാലിയയുടെ ഒരു ബഹിരാകാശ തുറമുഖത്ത് നിന്നും തുർക്കി എങ്ങനെ ഒരു 3 മുന്നണിയെ ഭീഷണിയെ നേരിട്ടേക്കാം എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.